അമിത്ഷാ ശിവസേനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരിക്കുകയാണ്. ശിവസേനയെ പരാജയപ്പെടുത്താൻ കഴിവുള്ളവർ ഇതുവരെ ജനിച്ചിട്ടില്ല എന്ന് താക്കറെ പറയുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെല്ലാം അയോധ്യയെ മുതലെടുക്കുമെന്നത് പുറത്തു കൊണ്ടുവരാനാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് രാമക്ഷേത്ര നിർമ്മാണം ഉന്നയിച്ചത്. സഖ്യകക്ഷിയായ നിതീഷ് കുമാറും രാംവിലാസ് പാസ്വാനും എതിർക്കുമ്പോൾ ബിജെപിക്ക് എങ്ങനെ രാമക്ഷേത്രം നിർമ്മിക്കാനാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. കോൺഗ്രസിന് എങ്ങനെ രാമക്ഷേത്രം നിർമ്മാണത്തെ എതിർക്കാനാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. 2014 മുതൽ കോൺഗ്രസിന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല എന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തിരുന്നു. മുംബൈയിൽ പൊതുയോഗത്തിൽ വെച്ചാണ് അമിത്ഷായ്ക്ക് ഉദ്ധവ് താക്കറെ മറുപടി നൽകിയിരിക്കുന്നത്. സഖ്യമുണ്ടെങ്കിൽ സഖ്യകക്ഷികളെ വിജയിപ്പിക്കുമെന്നും അല്ലാത്ത പക്ഷം മുൻ സഖ്യങ്ങളെ പോലും പരാജയപ്പെടുത്തും എന്നായിരുന്നു നേരത്തെ അമിത്ഷാ പറഞ്ഞിരുന്നത്. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽ കൂടാത്ത സഖ്യകക്ഷികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ബിജെപി അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ശിവസേന പ്രസിഡന്റ് ഉദ്ധവ് താക്കറെ മറുപടി നൽകിയിരിക്കുന്നത്. ശിവസേനയെ തോൽപ്പിക്കാൻ കഴിയുള്ളവർ ഇനി ജനിക്കണമെന്ന് പറഞ്ഞ താക്കറെ രാജ്യത്തെ ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമാക്കി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മുന്നോക്ക സമുദായാംഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ തീരുമാനത്തെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഉദ്ധവിന്റെ പരാമർശം. മുംബൈയിൽ ശിവസേന പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉദ്ധവ് താക്കറെ. ശിവസേനയെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. ശിവസേനയോട് കളിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം അതിന് ഫലം ലഭിച്ചിട്ടുണ്ടെന്നും താക്കറെ പറയുന്നു. ക്ഷേത്ര നിർമ്മാണം ഉയർത്തി ബിജെപി വോട്ട് പിടിക്കുന്നതിനെയും താക്കറെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അയോധ്യ വിഷയത്തിൽ കോടതി വിധി കാത്തിരിക്കാനാണ് ബിജെപി തീരുമാനം. കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ഉയർത്തിക്കാട്ടി ഇനിയും ബിജെപി വോട്ട് പിടിക്കുന്നത് മാന്യത അല്ല എന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ കോടതിയുടെ മുന്നിൽ കേസുണ്ടായിരുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. രാമജന്മഭൂമി വിഷയം ഉയർത്തിക്കാട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ തനിനിറം വെളിപ്പെടുത്തുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. നിർമ്മാണത്തിന് കോൺഗ്രസാണ് തടസ്സം നിൽക്കുന്നതെന്ന ബിജെപിയുടെ വാദവും അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബിജെപിയുടെ കൂടെയുള്ള നിതീഷ് കുമാറും രാംവിലാസ് പാസ്വാനും രാമക്ഷേത്രത്തെ എതിർക്കുന്നവരാണെന്നും അങ്ങനെയാണെങ്കിൽ എങ്ങനെ രാമക്ഷേത്രം ബിജെപി പണിയും എന്നും ഉദ്ധവ് താക്കറെ ചോദിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ബിജെപിയുടെയും ശിവസേനയുടെയും വാക്പോര് മുറുകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.